ഗായ്സ്, അപ്പോൾ ലവ് സ്റ്റോറി ഇൻ സെക്കൻഡ് പാർട്ടിലെ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പഴയ വീഡിയോസ് കണ്ടില്ലെങ്കിൽ കാണാം കേട്ടോ. അപ്പോൾ അതിലും എന്താ പറയുക, അതിൻ്റെ ബാക്കി തുടർച്ചയാണ് ഈ വീഡിയോ. പറയാൻ കൂടി അപ്പോഴാണെങ്കിൽ നിർത്തിയതല്ല, ആള് വരുമ്പോ ഞാനില്ല, ഞാൻ വരുമ്പോ ആളുമില്ല. അങ്ങനെ അതിലൂടെ കുറേയൊക്കെ അങ്ങനെ മെസ്സേജ് വൺ ഡിലേ ആയിരുന്നു. പറയും വണ്ടിയിലായിരുന്നു. പിന്നെ ഞങ്ങൾ എന്താ ചെയ്യുക, എന്നാൽ ശരി വാട്സപ്പിലേക്ക് നമുക്ക് മാറാം എന്നുള്ളൊരു ഇതായില്ലേ. മെസ്സേജ് ഇതിന് മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞ് അവിടെ എത്തും. പിന്നെ അവിടെ മെസ്സേജ് കുറേ കഴിഞ്ഞ് ഇവിടെ എത്തും. പിന്നെ അങ്ങനെ വാട്സപ്പ് നമ്പർ മേടിച്ചു അല്ലേ? വാട്സപ്പ് നമ്പർ വാങ്ങിച്ചില്ലേ? വാട്സപ്പ് നമ്പർ വാങ്ങി. അങ്ങനെ അങ്ങോട്ടും കൂടെ എന്നിട്ടും ഫോട്ടോസ് ഒന്നും ചോദിച്ചിട്ടില്ല, അങ്ങോട്ടും കൂടെ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അന്നേരം ജസ്റ്റ് എല്ലാം ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു കേട്ടോ. എന്തൊരു ഫ്രണ്ട്ഷിപ്പ്, എല്ലാം അങ്ങോട്ട് പറയുന്നു, എല്ലാം ഇങ്ങോട്ട് പറയുന്നു, അങ്ങനെയായിരുന്നു കേട്ടോ. കാരണം കൊറോണ സമയം നമ്മളിങ്ങനെ ചുമ്മാ ഇരിക്കുമല്ലോ, എല്ലാവരും ചുമ്മാ ഇരിക്കുക. പിന്നെ അങ്ങനെ മെസ്സേജ് അയക്കും, കാര്യങ്ങളങ്ങനെ പറയും. വിളിക്കൊന്നുമില്ല, വിളിക്കില്ല, മെസ്സേജിൽ മാത്രം. അത് ഫോട്ടോ അറിയില്ല, ഫോട്ടോ ഇല്ല, ആരാ അറിയില്ല, ആരല്ല ഫോട്ടോ ഇല്ലല്ലോ, എത്ര വയസ്സ് കാര്യങ്ങളൊന്നും അറിയില്ല നമുക്ക്. വയസ്സ്, പേര് അങ്ങനെയൊക്കെ അറിയും. പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ അറിയും. അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ പിന്നെന്താണ്, അങ്ങനെ മെസ്സേജ് പിന്നെ ലാസ്റ്റ് കാണാം എന്നുള്ളൊരു ഇല്ല. ഏട്ടൻ ഏതോ ഒരു ചേച്ചി എടുത്ത് പറഞ്ഞിരുന്നു. നമ്മളൊരു ബന്ധുവല്ല, നമ്മളൊരു ഫ്രണ്ടാണ് ചേച്ചി. അവിടെ നിങ്ങൾ ഉള്ള കാര്യങ്ങൾ പറയുമായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ ഇങ്ങനെ ഇഷ്ടമുണ്ടായിരുന്നു കേട്ടോ, മെസ്സേജ് അയക്കുന്ന കാര്യമൊക്കെ പറയുന്നു കേട്ടോ. അപ്പോൾ ആള് ചോദിക്കും സെറ്റാണോ, സെറ്റായി വെച്ചാൽ സെറ്റൊന്നും ആയിട്ടില്ല, എങ്ങനെ മെസ്സേജ് അയക്കും എന്ന് പറയും. കുഴപ്പമൊന്നുമില്ല, അങ്ങനെ മെസ്സേജ് അയക്കും. അപ്പോൾ ചേച്ചി ചോദിക്കുകയും ചെയ്യും എന്തായി, എങ്ങനെ, എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ ആളായിട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ മെസ്സേജ് അയക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ പറയാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആളിങ്ങനെ ചോദിക്കും. അപ്പോൾ അങ്ങനെ മെസ്സേജ് അയക്കും. പിന്നെയാണ് ലാസ്റ്റിലേക്ക് ഒരു നവംബർ ഡിസംബർ മാസമൊക്കെ. എന്നിട്ടും ഫോട്ടോസ് ഒന്നും നേരിട്ട് നമ്മൾ കണ്ടിട്ടില്ല, ഒരു വീഡിയോ കോൾ ഇല്ല. ഒരു സെപ്റ്റംബർ 19 ഇല്ലേ, വീഡിയോ കോൾ ഇല്ല, ഫോട്ടോസ് ഇല്ല, അറിയില്ല, ഒന്നുമില്ല. ഒരു ഫോട്ടോ പോലും കാണാതെ എങ്ങനെ അറിയില്ല. പിന്നെ ഞാന് എക്സാം എല്ലാം കഴിഞ്ഞ് അങ്ങനെ ഒരു വട്ടം ഞാൻ എന്തിൻ്റെയോ ആവശ്യത്തിന് നാട്ടിലേക്ക് വരുമായിരുന്നു. അപ്പം അങ്ങനെ കാണാമെന്ന് തീരുമാനിച്ചു. അപ്പം ഞാൻ വീട്ടിലേക്ക് വരുമായിരുന്നു. അപ്പം ഞാൻ ചെങ്ങന്നൂരാണ് എൻ്റെ സ്റ്റോപ്പ്. ആൾക്ക് പാലക്കാട് നിന്ന് കയറി. ദൈവമേ, ഞാൻ അനുഭവിച്ച ടെൻഷൻ. പിള്ളേരൊക്കെ എൻ്റെ അടുത്ത്, ജൂനിയേഴ്സ് പിള്ളേരുണ്ട് 4 പേര് കേട്ടോ എനിക്ക്. അവർ പറഞ്ഞു, ചേച്ചി നിങ്ങൾ ഇതുവരെ നേരിട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ, വരുമ്പോൾ ഒരു കാലും കൂടെ കണ്ണ് കാണാൻ പറ്റാതെ അങ്ങനത്തെ. എനിക്ക് അത് കേട്ടപ്പോൾ ഭയങ്കര ടെൻഷനായി കേട്ടോ. എങ്ങനത്തെയാണെന്ന് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല, ആളുടെ ഫോട്ടോയും കണ്ടിട്ടില്ല. പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഞങ്ങൾ തന്നെ തീരുമാനിച്ചു നേരിട്ട് തമ്മിൽ കാണാമെന്ന്. അങ്ങനെ തീരുന്നു. എന്നിട്ട് എന്തായാലും കാണാമെന്ന് രാത്രി എന്നിട്ടുണ്ടല്ലോ, ഞാന് എത്ര മണിക്കാ, 4 മണിക്കാണ് പാലക്കാട് എത്തുക. 1 മണിയായപ്പോഴേ പിള്ളേരെ വിളിച്ചിട്ട്, ചേച്ചി പിള്ളേർ ഫസ്റ്റ് എന്താ, ചേച്ചി നേരത്തെ എന്ത് പല്ലൊക്കെ തേച്ചിരിക്കും കേട്ടോ. എല്ലാരും എനിക്ക് ടെൻഷനായിട്ട് വയ്യ. അപ്പം പിള്ളേരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിള്ളേർ എന്നെ 2 മണിക്കേ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. അങ്ങനെയൊക്കെ ചെയ്തു പിള്ളേർ. എന്നിട്ട് പാലക്കാട് എത്ര ഇതൊക്കെ ട്രെയിൻ പോയിക്കോണ്ടിരിക്കുക കേട്ടോ. ഞങ്ങൾ ഫോൺ വിളിക്കുന്നുണ്ട്, എങ്ങനെ തിരിച്ചറിയുന്നതെന്ന് മനസ്സിലായെങ്ങനെ ഇരിക്കുക. പറഞ്ഞു 2 പേരും വൈറ്റ് ഇട്ടേക്കുന്നേ, ഞാൻ വൈറ്റ്, ഇവിടെ റെഡ് എന്നുള്ളൂ, ഞാനും വൈറ്റ് ആയിട്ടേക്കുന്നേ. കളർ വെച്ച് കണ്ടുപിടിക്കുക എന്ന് വെച്ചിട്ട് പിന്നെ വിളിച്ചിട്ട് ഞാൻ നേരെ വണ്ടിയിൽ കയറി. അപ്പോഴും കണ്ടില്ല, ട്രെയിനിൽ കയറിയിട്ട് ഞാൻ അപ്പുറത്തെ അവിടെ വാതിലിന്റെ അവിടെ പോയി, ബാക്കിലൂടെ കയറി വന്നിട്ട്
ഇവിടെ അപ്പുറത്തായിരുന്നു നിൽക്കുന്നത്, ഞാൻ ഇപ്പുറത്ത് കൂടെ കയറി, ഇപ്പുറത്തെ കൗണ്ടറിൽ കൂടെ കയറിയിട്ട് ഫോൺ വിളിച്ചു. പക്ഷെ ഞാൻ കണ്ടുട്ടോ നടന്നു വരുന്നത്. അപ്പൊ എനിക്ക് സമാധാനമായി, നടന്നു വരുന്നുണ്ട്, സമാധാനമായി എന്ന് കരുതി ഞാൻ. അപ്പൊ അങ്ങനെ എന്നിട്ട് ഫോൺ വിളിച്ച് പുറകിന്ന് വന്നിട്ട് ഇങ്ങനെ തട്ടി ആള്. ഞാൻ ശരിക്കും തെറി വിളിക്കാൻ തുടങ്ങിയതാട്ടോ ഞാന്. പിന്നെ നോക്കുമ്പോ ഓ ഭാഗ്യം ഫോൺ വെച്ചിട്ടില്ല ഇപ്പോഴും. ആളെ മനസ്സിലായി. അപ്പോ ആരാ ഹലോ ഹലോ ഹലോ. അങ്ങനെയാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത്. ഞങ്ങള് ഫസ്റ്റ് കാണുന്നത്. അങ്ങനെ ടെൻഷൻ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇതുവരെ കണ്ടിട്ടില്ല, ഒരു ഫോട്ടോ പോലും കണ്ടിട്ടില്ല, ജസ്റ്റ് സംസാരങ്ങൾ മാത്രം, ഒരു വീഡിയോ കോളില്ല. 3-4 മാസം അങ്ങനെ പോയില്ലേ. സെപ്റ്റംബറിലാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി 7 മാസം. 7 മാസം അങ്ങനെ പോയി മുൻപോട്ട്. അങ്ങനെ കണ്ടു. പിന്നെ ഞങ്ങൾ ട്രെയിനിൽ ഒരുമിച്ച് ചെങ്ങന്നൂർ പോയി ഇറങ്ങി. എന്നിട്ട് ഞാൻ ബസ്സിൽ കയറി പോയി. ഞാനവിടെ അടുത്ത ട്രെയിനില് തിരിച്ചു നേരെ വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെയാണ് ഫസ്റ്റ് കണ്ടുമുട്ടൽ ഉണ്ടായിരുന്നത്. ഞങ്ങള് വർഷത്തില് ഒരു വട്ടം ഒക്കെ കാണാറുള്ളായിരുന്നു. ഒരു വട്ടം 2 വട്ടം മാക്സിമം. കാരണം ഞാൻ ആ സമയത്ത് കന്യാകുമാരി വർക്ക് പ്രൈവറ്റ് കമ്പനി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ലീവ് കിട്ടണമെങ്കിൽ കുറച്ച് പണിയാണ്. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ നിന്ന് ഞാൻ തിരിച്ചു പോകുമ്പോൾ ബാംഗ്ലൂർ വരും. അങ്ങനെയൊക്കെയാണ് ബാംഗ്ലൂരൊക്കെ കാണുന്നത്. ഞങ്ങൾ ആകെ പാലക്കാട് മാത്രം കണ്ടു പരിചയമുള്ള ഒരു ആളായിരുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പോയത് പിന്നെ കോട്ടയൊക്കെയാണ്. ഞങ്ങൾ വർക്ക് ചെയ്ത കോട്ടയം. പിന്നെ അങ്ങനെ പോകുന്നതല്ലാണ്ട് ഇങ്ങനെ കേരളത്തിന് വെളിക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫസ്റ്റ് ആളുടെ കൂടെ ഞാൻ കേരളത്തിന് വെളിക്കൊക്കെ പോകുന്നത്. നമ്മള് കോളേജിൽ നിന്നൊക്കെ ട്രിപ്പ് മറ്റേ ടൂറൊക്കെ പോയിട്ടുണ്ട്. മൈസൂർ അങ്ങനെ പോയിട്ടുണ്ട്. അങ്ങനെയല്ല, നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുന്നത് ആദ്യമായിട്ടാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ വർക്ക് ചെയ്തതിന് ശേഷം അപ്പോൾ അങ്ങനെ വർഷത്തിൽ ഒരു 2 തവണയൊക്കെ കാണും കേട്ടോ. 2 തവണയൊക്കെ വർഷത്തിലാകെ കാണും. എൻ്റെ കൂടെ ബാംഗ്ലൂർ വരും, അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റും. അത് എനിക്ക് തന്നെ ലീവ് വല്ലപ്പോഴേ കിട്ടും. എന്തായാലും പിന്നെ ആവശ്യത്തിന് മാത്രമേ ലീവ് കിട്ടുള്ളായിരുന്നു. അങ്ങനെയൊക്കെ അപ്പോൾ മാത്രമാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോഴേ കാണാനുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വർക്ക് വിളിക്കലുണ്ടായിരുന്നു എന്നും കേട്ടോ. പക്ഷേ വിളിയുണ്ടായിരുന്നു, കാണാൻ അപ്പോഴേ കാണാനുണ്ടാവുള്ളൂ. പിന്നെ ഞാൻ വർക്ക് ഇവിടെ കന്യാകുമാരി നാഗർകോവിലായി. അപ്പോൾ അവിടെ വീട്ടിൽ കുറച്ച് പ്രശ്നമൊക്കെ വന്നു. അങ്ങനെ കുറച്ച് പിന്നെ ആള് കന്യാകുമാരി ആയപ്പോഴത്തേക്ക് അങ്ങനെ ഒട്ടും കാണലില്ലാണ്ടായി. കാരണം മാസത്തില് 4 ലീവ് കിട്ടും. ഞാനവിടെ നിങ്ങൾക്ക് വരാൻ 1 ദിവസം, വീട്ടിലേക്ക് വരാൻ 1 ദിവസം, തിരിച്ചു പോയ 1 ദിവസം, 2 ദിവസം വേണം. പിന്നെ വീട്ടിൽ 2 ദിവസം നോക്കുള്ളൂ. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഇവിടെയും കാണുക വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞത് നടപ്പുള്ള കാര്യമായിരുന്നില്ല. ഇപ്പൊ 1 മാസം വീട്ടിലോട്ടാണെങ്കിൽ 3 മാസം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്തിട്ട അങ്ങനെയായിരിക്കും. അങ്ങനെ ഗ്യാപ്പൊക്കെ ഇട്ടേ പോയിരുന്നുള്ളൂ. അത്ര അങ്ങനെയൊക്കെയാണ്. പിന്നെ കുറച്ചും കൂടി ഡിലേ കാണൽ കുറച്ച് ഡിലേ ആയത്. അപ്പോൾ ഈ എപ്പിസോഡ് കൂടെ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് കമൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് താഴെ രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ഒക്കെ ഇട്ട് കാണാം. ഓക്കെ, ബൈ.